MVD വാഹന ഫ്ളാഗ് ഓഫ് പരിപാടി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉപേക്ഷിച്ച സംഭവത്തിൽ ഉദ്ഘാടനത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ്. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വി ജോയിയോടാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, നടപടിക്കുള്ള സാധ്യത എത്രത്തോളം? കെ പി ഗണേഷ് കുമാറിന്റെ ആവശ്യം തീർന്നിട്ടില്ല. ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരം കനകപ്പൂരിൽ വെച്ചാണ് ഈ 52 വാഹനങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ മന്ത്രി ഉദ്ദേശ രീതിയിലായിരുന്നില്ല പരിപാടി. സംഘാടനത്തിൽ കിഴവ് വന്നു, ആള് കുറവായിരുന്നു. അതേപോലെ തന്നെ വാഹനങ്ങൾ കനകപ്പൂർ കൊട്ടാരത്തിന്റെ മുമ്പിലേക്ക് ഇടാൻ കഴിയുമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെയൊന്നും തന്നെ ഉണ്ടായില്ല. ഇതോടുകൂടിയാണ് ഈ സംഘാടനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വി ജോയ്ക്കെതിരെ നടപടി വേണമെന്ന് ഗതാഗത മന്ത്രി മോട്ടോർ വാഹന വകുപ്പിനോട് ആവശ്യപ്പെട്ടത്. ഇത് പിന്നാലെയാണ് വി ജോയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. കൃത്യമായിട്ടുള്ള വിശദീകരണം ഇത്രയും വേഗം നൽകണം, അല്ലാത്ത പക്ഷം സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമാണ് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചത്. ഇത്രയും വലിയൊരു പരിപാടി നടത്തുമ്പോൾ അതിൽ ആസൂത്രണം വേണമായിരുന്നു. ആ ആസൂത്രണ പിഴവ് ഉണ്ടായി എന്ന് തന്നെയാണ് മന്ത്രി കെ പി ഗണേഷ് കുമാർ അറിയിക്കുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്തായാലും അത് തൃപ്തികരമായെങ്കിൽ ടി ജോയി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സസ്പെൻഷൻ ഉറപ്പാണ്. ശരി, RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്.